ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാമകൃഷ്ണൻ ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം സുജാത അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രാമകൃഷ്ണേട്ടാ? പോലീസൊക്കെ വന്നത് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു, നമ്മളൊക്കെ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും ഒക്കെ അല്ലേ. മക്കള് നല്ലവരാണെങ്കിൽ എപ്പോഴും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറാം. ഹരെ, അവനെ പിടിച്ചോണ്ട് പോകാനാ പോലീസ് വന്നിരിക്കുന്നത്. ഇത് കേട്ട് സുജാത ചോദിക്കുന്നുണ്ട്, ഹരിക്കെതിരെ കേസ് കൊടുത്തോ എന്ന്. വകുപ്പുകൾ കുറെ ഉണ്ടായിരുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഗാർഹിക പീഡനം, അങ്ങനെ എന്തൊക്കെയോ. അതല്ല രസം, ഇവളെ പോലുള്ളവർ സ്ത്രീത്വത്തെ പറ്റി സംസാരിക്കുമ്പോഴാണ് അതിന്റെ വാക്കിന്റെ വില പോലും പോകുന്നത്. അവൻ അവളെ നിത്യേനെ തല്ലാറുണ്ട്, കൊല്ലാറുണ്ട് എന്നൊക്കെയാണ് പരാതി. കല്യാണി മോളോട് ചോദിക്കാൻ അവൾ പോലീസുകാരോട് ചോദിക്കുമ്പോൾ കല്യാണി മോളാണെങ്കിൽ സമ്മതിച്ചു കൊടുത്തില്ല. അങ്ങനെ പോലീസുകാരെ തിരിച്ചു പോയെന്ന് ചിരിച്ചുകൊണ്ട് അമ്മാവൻ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തന്നെ കോടതിയുടെ ഭാഗം നോക്കാൻ പോലീസ് അവരോട് പറഞ്ഞു. സുജാത പറയുന്നു, വീണ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ എന്ന്. അമ്മാവൻ പറയുന്നു, അല്ലാതെ എവിടെ പോവാനാ, അവൾ അവിടെ തന്നെയുണ്ട്. ദുരന്തത്തിന്റെ അവതാരങ്ങൾ അങ്ങനെ നമ്മളെ പെട്ടെന്നൊന്നും വിട്ടു പോവില്ലല്ലോ. സുജാത പറയുന്നു, സൂക്ഷിക്കണം രാമകൃഷ്ണേട്ട, ഇപ്പൊ വന്ന പോലീസുകാരൻ കുറച്ച് കാര്യശേഷിയുള്ള ആളായോണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി. പക്ഷേ പലപ്പോഴും അതല്ല അവസ്ഥ. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു പരാതി കിട്ടിയാൽ ഉടനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഇപ്പോൾ വ്യവസ്ഥ. ഉണ്ട് സുജാതെ, അവൾ ഉടനെ അതിന്റെ പുറകെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്റെ സുജാതെ, ഇതൊക്കെ എന്റെ സ്വത്തിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവൾക്കത് എഴുതി കൊടുക്കണം, എന്നിട്ട് ദിവസങ്ങൾക്കുള്ളിൽ അവൾ അതെല്ലാം അങ്ങ് നശിപ്പിക്കും. അത്രേ ഉള്ളൂ ഉദ്ദേശം. ഇപ്പോൾ രാമകൃഷ്ണേട്ടന്റെ തീരുമാനം എന്താണെന്ന് സുജാത ചോദിക്കുന്നുണ്ട്. അവളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം എനിക്കല്ലേ. ഞാനിത് പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവൾ എന്നോട് പെരുമാറുന്നത് വെറും വിചിത്രമായ രീതിയിലല്ലേ, അപ്പോഴേ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും വിചിത്രമായ രീതിയിലായിരിക്കണം. എന്തായാലും സുജാതയ്ക്ക് ഉണ്ടായ ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. സുജാതയുടെ വീട്ടിൽ നിന്ന് ജീവൻ പോയല്ലോ. ഇനി അവളെയും പറഞ്ഞയക്കേണ്ട സമയമായിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ സമയം നിത്യയെ കാണിക്കുന്നുണ്ട്. നിത്യയാണെങ്കിൽ സെറ്റ് കവറൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുജാത അവിടേക്ക് നിത്യയോട് വന്ന് സംസാരിക്കുന്നത്. പെട്ടെന്ന് റെഡിയാകും, നമുക്ക് അമ്പലത്തിലേക്കൊന്ന് പോകാമെന്ന് സുജാത. വേണ്ടമ്മേന്ന് നിത്യ. എന്നിട്ട് ഇതേ ഇരിപ്പിരിക്കാനല്ലേ. അമ്പലത്തിൽ ചെന്നൊന്ന് പ്രാർത്ഥിച്ച് കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോൾ മനസ്സിലായി ഭാരമൊക്കെ ഒന്നൊഴിയും. അമ്മ പറയുന്നതൊന്ന് കേൾക്കുമോളെ എന്ന് സുജാത. അമ്മ എന്നെ കുറിച്ച് പേടിക്കേണ്ട, തെറ്റായ ഒരു കാര്യവും ഞാൻ ചിന്തിക്കില്ലെന്ന് നിത്യ. മോളെ കുറിച്ച് ഞാൻ പേടിക്കും, ഇനി എപ്പോഴും ആ പേടി ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ ദൈവങ്ങളല്ലേ ഉള്ളൂ. അതിനുവേണ്ടി അമ്മ പറഞ്ഞത്. വേഗം ചെന്ന് റെഡിയാവാൻ നോക്കുക. അങ്ങനെ നിർബന്ധിച്ച് നിത്യയെ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവാൻ പറയുകയാണ് സുജാത. ഇതേ സമയത്താണ് സുജാതയുടെ ഫോണിലേക്ക് ജ്യോതി വിളിക്കുന്നത്. മോളെ, അവിടെ എങ്ങനെയുണ്ട്? മനുവിന്റെ അച്ഛനും അമ്മയും നന്നായിട്ടാണോ നിന്നോട് പെരുമാറുന്നത് എന്ന് ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും സുജാത ജ്യോതിയോട് ചോദിക്കുന്നുണ്ട്. മനു അച്ഛനും കുഴപ്പമില്ല, പക്ഷെ അമ്മ എന്ന് ജ്യോതി പറയുന്നു. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സുജാത. അത് അമ്പലത്തിൽ വെച്ച് ഏട്ടനെ അറസ്റ്റ് ചെയ്തതൊക്കെ പറഞ്ഞ അമ്മ ഇവിടെ വല്ലാത്ത ബഹളമാണ്, ആകെ നാണക്കേടായ എന്നൊക്കെ പറഞ്ഞു എന്ന് ജ്യോതി പറയുമ്പോൾ സുജാത പറയുന്നു, അത് ആരായാലും പറയില്ലേ മോളെ, ഏത് കുടുംബം അതൊക്കെ സഹിക്കുന്നത്? അവരായോണ്ടല്ലേ ഒന്നും മിണ്ടാതെ നിന്നെയും കൊണ്ടുപോയത്. ഇത് കേട്ട് ജ്യോതി പറയുന്നു, അത് മനസ്സിലായമേ, പക്ഷേ എനിക്ക് മനുവിന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പേടിയാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടാണ് എന്നറിയാമോ? അത് ഈ അമ്മായിയമ്മകളെ കുറിച്ച് ഓരോ കഥകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അത് മനസ്സിൽ വെച്ച് ആലോചിക്കുന്നത് കൊണ്ടാണെന്നും. മോൾക്ക് ഒരു കുഴപ്പവും വരില്ല, മനുവും സാറേ അവിടെ ഉണ്ടല്ലോ എന്ന് സുജാത. പിന്നെ അമ്മ ചോദിച്ചു, ആദ്യം എപ്പോഴാണ് കൊണ്ടുവരുന്നത് എന്ന്. അച്ഛനും അമ്മയും പറഞ്ഞതൊന്നും ഇവിടത്തെ അമ്മ കാര്യമായി എടുത്തിട്ടില്ല, ആദ്യം എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരണോ എന്നാ പറയുന്നത്. സുജാത പറയുന്നു, അത് അമ്മ സംസാരിച്ചോളാം മോളെ. മോൾ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു വലിയ വീഴ്ചയുണ്ട്. അത് ന്യായീകരിക്കാനും അതിന്റെ പേരിൽ സംസാരിക്കാനും പാടില്ല. ചിലത് കേട്ട് നിൽക്കേണ്ടി വരും. വിവാഹം ചെയ്തതാണ്, നിനക്കൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് സുജാത. ഞാൻ മനുവിനോട് ചോദിച്ചു തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന്. ഇത് കേട്ട് സുജാത പറയുന്നു, എന്തിനാ മോളെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നിട്ട് മനു എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ജ്യോതി പറയുന്നു, മനു എനിക്ക് ധൈര്യം തന്നു, എന്നും കൂടെ ഉണ്ടാകാമെന്ന് പറഞ്ഞു. വിവാഹം കഴിഞ്ഞു പോയ ഒരു പെൺകുട്ടിക്ക് ഇതിനേക്കാൾ വലിയൊരു കരുതൽ വേറെ എന്താ വേണ്ടത് എന്ന് സുജാത. പിന്നെ അവിടെയുള്ള ജോലികൾ നിനക്ക് അറിയാവുന്നതുപോലെയൊക്കെ ചെയ്യണം. എന്തെങ്കിലും സംശയം വന്നാൽ മനുവിന്റെ അമ്മയോട് ചോദിക്കണം. ഒരാൾക്കും ഒരു മുഷിച്ചിലുണ്ടാകുന്ന പ്രവൃത്തി മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്നും സുജാത. ഏട്ടന്റെ കാര്യം എന്തായെന്ന് ജ്യോതി ചോദിക്കുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്, എന്താകുമെന്നറിയില്ല എന്ന് സുജാത പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട്, നിത്യേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കാനാ ഏട്ടൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാവരുടെയും ജീവിതം ഏട്ടന്റെ കയ്യിലാണ്. എല്ലാം ഇവിടെ അവസാനിച്ചു മോളെ. നിത്യയോടും അമ്മ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ഒക്കെ മുന്നിൽ പുതിയൊരു ജീവിതമാണ്. ഇനിയിപ്പോൾ അങ്ങനെ വേണം മനസ്സിൽ കരുതാൻ. മോളെ, അമ്മ അമ്പലത്തിലേക്ക് പോവുകയാണ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വഴിപാട് കഴിപ്പിക്കാം.
എന്തെങ്കിലും സങ്കടം ഉള്ളിൽ തട്ടിയാൽ നീ അമ്മയെ വിളിക്കണം. ചുറ്റും എത്ര ആളുകൾ ഉണ്ടായാലും നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ്, അത് ഓർമ്മ വേണമെന്നും സുജാത പറയുന്നുണ്ട്. വിഷമിക്കേണ്ട മോളിപ്പോ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് സുജാത ഫോൺ വെക്കുന്നു. എന്നാലും ജ്യോതിക്കാണെങ്കിൽ വലിയൊരു വിഷമം തന്നെയാണ് മനസ്സിൽ. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് വരികയാണ് സുജാതയും നിത്യയും. ആദ്യം മനസ്സ് തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കുക, എല്ലാം നേരിടാനുള്ള ശക്തി മോൾക്ക് ദൈവം തരട്ടെ എന്ന് സുജാത നിത്യയോട് പറയുന്നുണ്ട്. അങ്ങനെ നിത്യ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യയുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, എങ്ങോട്ടാണ് ഇനി സഞ്ചരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ സഞ്ചരിക്കുന്നത് മറ്റുള്ളവർക്ക് കണ്ണുനീരാകുന്നുണ്ട്. ഞാൻ കാരണം മറ്റുള്ളവർക്ക് അറിയാതിരിക്കണം, അതാണ് എന്റെ പ്രാർത്ഥന. സുജാത പറയുന്നു: ഈശ്വര, എന്റെ മോള് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനിയെങ്കിലും അവളുടെ മനസ്സിലൊരു ചാഞ്ചാട്ടവും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നേർവഴി മാത്രം കാണിച്ചു കൊടുക്കണം. ഇനിയെങ്കിലും അവളുടെ മനസ്സിൽ സന്തോഷം, അവളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്നും സുജാത പ്രാർത്ഥിക്കുന്നു. നമുക്ക് കുറച്ചു നേരം അവിടെ എവിടെയെങ്കിലും ഇരിക്കാം എന്ന് പറഞ്ഞ് സുജാത നിത്യയും കൂട്ടി അവിടെ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നിത്യ സുജാതയോട് പറയുന്നു: ജീവനെ ഇപ്പോൾ കോടതിയിൽ കൊണ്ടുപോയിട്ടുണ്ടാകും അല്ലേ അമ്മേ? കൊണ്ടുപോയിട്ടുണ്ടാകാം. പത്രങ്ങളിൽ നമ്മൾ ചിലർ വാർത്തകൾ വായിക്കാറില്ലേ, കോടതിയിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു, ശിക്ഷ വിധിച്ചു എന്നൊക്കെ. ജീവന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ജീവന്റെ കാര്യത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അത്രയും കാര്യമുണ്ടായാൽ മതി. ഏതോ ഒരുത്തൻ തെറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇത്രയും കാലം അവൻ നമ്മളെ വേദനിപ്പിച്ചു, ഇനി നമുക്ക് സമാധാനിക്കാം. ഒരുപാട് ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിച്ച മകൻ ചെന്ന് നിൽക്കുന്നത് പ്രതിക്കൂട്ടിലാണ്. പിന്നീട് ജില്ലാ കോടതിയിൽ വീണയാണെങ്കിൽ അവിടെ പുറത്തു തന്നെയുണ്ട്. ജീവനുമായി പോലീസ് അവിടേക്ക് വരുന്നുണ്ട്. വീണ ജീവനെ കാണുന്നു, ജീവൻ വീണയും കാണുന്നുണ്ട്. പെട്ടെന്ന് വീണ അവിടേക്ക് വന്നിട്ട് പോലീസിനോട് ഒരു അനുവാദം ചോദിക്കുന്നുണ്ട്. എനിക്ക് ജീവനോട് ഒന്ന് സംസാരിക്കാനുണ്ടെന്നൊക്കെ. ഇവരെല്ലായിടത്തും ഉണ്ടല്ലോ, സംസാരിക്കാൻ കഴിയില്ല, കോടതിയിൽ ഹാജരാക്കാൻ സമയമായെന്ന് പോലീസ്. സാറേ, കേസിന്റെ കാര്യം സംസാരിക്കാനാണ് വീണ വന്നിരിക്കുന്നത് എന്ന് ജീവൻ പറയുമ്പോൾ പോലീസ് പറയുന്നു: ശരി, പെട്ടെന്ന് സംസാരിക്കെന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. അവർ അല്പം മാറി നിൽക്കുന്നുണ്ട്. പോലീസ് എന്നാലും ഇവരെ ശ്രദ്ധിക്കുന്നു. ജീവന് അഡ്വക്കേറ്റ് ഇല്ല എന്ന് വീണ ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു: ഇല്ല, ഒന്നും അറേഞ്ച് ചെയ്യാൻ സമയം കിട്ടിയില്ല, റിമാൻഡ് ചെയ്തേക്കും അല്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ അതിനാണ് സാധ്യതയെന്ന് ജീവന്റെ അറസ്റ്റ് ജീവന്റെ കുടുംബത്തിൽ വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ് എന്ന് വീണ പറയുമ്പോൾ ജീവൻ പറയുന്നു: അതെനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടന്നു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. നമ്മളത് തിരിച്ചറിഞ്ഞു എന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഞാനില്ലാത്ത സമയം നോക്കി ഒരു വിവാഹം നടത്താനും അവരെ ഒന്നിപ്പിച്ച് ജീവിപ്പിക്കാനും സാധിക്കും. അത് നടക്കാൻ പാടില്ല. ഞാൻ പുറത്ത് ഇറങ്ങുന്നത് വരെയെങ്കിലും അങ്ങനെ ഒരു കാര്യം നടക്കരുതെന്ന് ജീവൻ. എന്നെ കൊണ്ട് സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്യും. അയാൾ ഒരു കുടുംബജീവിതം നടത്തുന്നത് എനിക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ജീവൻ പറയുന്നു: വാക്ക് പറഞ്ഞിട്ട് നിനക്ക് കിട്ടാനുള്ളതൊക്കെ നിന്റെ അച്ഛൻ തന്നു കഴിയുമ്പോൾ നീ എന്നെ പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോയി കളയരുത്. വീണ പറയുന്നു: പണം തന്നാലും വാശി തീരില്ലല്ലോ ജീവ. എന്റെ ജീവിതത്തിൽ ഹരിയെ ഒരു തടസ്സമായിട്ടേ ഞാൻ ഇന്നും കണ്ടിട്ടുള്ളൂ. എവിടെ എനിക്ക് ചീത്ത പേര് വരുമ്പോഴും അയാൾ അവിടെ നല്ലവനാണ്. ഏറ്റവും ചുരുങ്ങിയത് അയാളുടെ ആ നല്ല പേരുണ്ടല്ലോ, അതെങ്കിലും എനിക്കില്ലാണ്ടാക്കണം. വേണം. നിത്യ അവനോടൊപ്പം ജീവിക്കാൻ പാടില്ല. ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവളെ എനിക്ക് വേണം. അവളെ കൊന്നു കളയാതെ എന്റെ ജീവൻ പൂർണ്ണമാകില്ല എന്നെ ജീവൻ പറയുമ്പോൾ വീണ പറയുന്നു: അതൊക്കെ ജീവന്റെ ഇഷ്ടം, ഞാൻ ഒരിക്കലും ആ വീട്ടിൽ നിറങ്ങില്ല. നിത്യ അയാളുടെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിച്ചാൽ ഞാൻ കോടതിയിൽ പോകും. ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ അവകാശം ഞാൻ പ്രൂവ് ചെയ്യും. പിന്നെ അവർ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. നിത്യ മാത്രം ടാർഗറ്റ് ചെയ്തപ്പോൾ അവനെ ഞാൻ വെറുതെ വിട്ടു. സത്യത്തിൽ അവനെയായിരുന്നു ആദ്യം തീർക്കേണ്ടത്. ഇല്ല, ഒന്നും എന്റെ കയ്യിൽ എത്താതെ പോവില്ല. ഹരിക്കും നിത്യയ്ക്കും കാലൻ ഒരാളെ ഉള്ളൂ, ജീവൻ എന്ന് ജീവൻ പറയുമ്പോൾ വീണ ജീവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഹരി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം കല്യാണി അവിടേക്ക് നോക്കിയപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നതായി കാണുന്നു. അങ്ങനെ അച്ഛന്റെ അരികിലേക്ക് വന്നു നിൽക്കുന്നു. നിത്യാമ്മ എന്താ അവിടെ നിൽക്കുന്നത്, നമ്മുടെ വീട്ടിലേക്ക് വരാത്തത് എന്താ എന്ന് കല്യാണി ചോദിക്കുന്നു. അതൊക്കെ നിത്യാമ്മയുടെ ഇഷ്ടമല്ലേ എന്ന് ഹരി. നിത്യാമ്മയെ അച്ഛൻ കല്യാണം കഴിച്ചതല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്കല്ലേ നിത്യാമ്മ വരേണ്ടത്? ഞാൻ ചെന്ന് നിത്യാമ്മയെ വിളിക്കട്ടെ എന്ന് കല്യാണി. വേണ്ട, ഇനി നിത്യാമ്മയെ കാണുമ്പോൾ അച്ഛനോട് ചോദിച്ചതുപോലെ നിത്യാമ്മയോട് ചോദിക്കാൻ നിൽക്കല്ലേ എന്ന് ഹരി പറയുമ്പോൾ അതെന്താണെന്ന് കല്യാണി ചോദിക്കുന്നു. അത് ചോദിക്കരുത്, അതിപ്പോ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല എന്ന് ഹരി പറയുമ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്: അപ്പോ നിത്യാമ്മ ഇങ്ങോട്ട് വരുന്നത് അച്ഛന് ഇഷ്ടമല്ലേ? നിത്യാമ്മ വരുന്നത് നിത്യാമ്മയുടെ ഇഷ്ടം മാത്രമാണ്. ആരെയും വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ നീ ചോദിക്കാൻ പാടില്ല കേട്ടോ. ഹരി അങ്ങനെ പറയുമ്പോൾ കല്യാണി പറയുന്നു: ഇപ്പൊ ഒരു രസമില്ല അച്ഛാ. ആദ്യമാണെങ്കിൽ കളിക്കാനും വരുന്നില്ല, നിത്യാമ്മയാണെങ്കിൽ മിണ്ടുന്നതുമില്ല, എനിക്ക് ബോറടിക്കാണ്. അച്ഛൻ കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ നീ എന്റെ കൂടെ വായെന്ന് ഹരി പറയുമ്പോൾ കല്യാണി പറയുന്നു: അങ്ങനെയല്ല അച്ഛാ, എനിക്ക് ആദ്യയോട് മിണ്ടണ്ടേ, നിത്യാമ്മയോട് മിണ്ടണ്ടേ, ഞാൻ അതാ പറഞ്ഞത്. നീ കുറച്ചു നാളും കൂടി ഒന്ന് ക്ഷമിക്കേ. നിത്യാമ്മയും ആദ്യം നിന്റെ അരികിലേക്ക് തന്നെ വരും. ഇത് കേട്ട് ഉറപ്പല്ലേ എന്ന് കല്യാണി. ആണെന്നേ, നീ നിത്യാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിത്യാമ്മയ്ക്ക് സമാധാനം കൊടുക്കാൻ ദൈവത്തോട് പറയണം എന്നൊക്കെ ഹരി പറയുന്നു. അങ്ങനെ കല്യാണി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ ഹരിയുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. ശേഷം കാണിക്കുന്നത് കോടതിയിൽ ജീവൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന്. എന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഒന്ന് ഞെട്ടുകയാണ് വീണയും ജീവനും.
വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.